നമസ്കാരം. ശ്രീസ് ലേണിംഗിൻ്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ 50 കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ക്ലാസ്സിലേക്ക് പോകാം. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് വൈശാലി രമേശ് ബാബു. അപ്പോൾ ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? വൈശാലി രമേശ് ബാബു. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. അപ്പോൾ എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം ഏതാണ്? കൊച്ചിയാണ്. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് നേപ്പാൾ. അപ്പോൾ നേപ്പാൾ പുതുതായിട്ട് 100 രൂപ നോട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയ ചിത്രം ഏതാണ്? ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങളാണ് 100 രൂപ നോട്ടിൽ അവതരിപ്പിക്കാനായിട്ട് നേപ്പാൾ തീരുമാനിച്ചിരിക്കുന്നത്. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. അപ്പോൾ 2024 പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? റഫീഖ് അഹമ്മദ്. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസമാണ് മെയ് 25. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസം എന്നാണ്? മെയ് 25. AS റഷ്യയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടിയാണ് ബ്ലെച്ചലി ഉടമ്പടി. AS റഷ്യയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി ഏതാണ്? ബ്ലെച്ചലി ഉടമ്പടി. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേളവിദ്വാനാണ് കേളത്ത് അരവിന്ദാക്ഷമാരാർ. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേളവിദ്വാനാണ് കേളത്ത് അരവിന്ദാക്ഷമാരാർ. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥമാണ് പലമത സാരവുമേകം. പലമത സാരവുമേകം എന്ന ഗ്രന്ഥമാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനമാണ് മാരീജ്. അപ്പോൾ കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനുമായി കെൽട്രോൺ നിർമ്മിച്ച സംവിധാനത്തിൻ്റെ പേരെന്താണ്? മാരീജ്. അപ്പോൾ എന്താണ് മാരീജ്? കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനുമായിട്ട് കെൽട്രോൺ നിർമ്മിച്ച സംവിധാനത്തിൻ്റെ പേരാണേത്? മാരീജ്. 2024 മെയ്യിൽ പ്രകാശനം ചെയ്ത മലയാള സാഹിത്യ സമിതിയുടെ 2ാമത്തെ കവിതാ സമാഹാരമാണ് ദലമർമരങ്ങൾ. അപ്പോൾ ദലമർമരങ്ങളാണ് 2024 മെയ്യിൽ പ്രകാശനം ചെയ്ത മലയാള സാഹിത്യ സമിതിയുടെ 2ാമത്തെ കവിതാ സമാഹാരം. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI അവതാരകയാണ് സന. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI അവതാരക ആരാണ്? സന. 2024 ICC വനിതാ 2020 ലോകകപ്പിൻ്റെ വേദിയാണ് ബംഗ്ലാദേശ്. 2024 ICC വനിതാ 2020 ലോകകപ്പ് വേദി എവിടെയാണ്? ബംഗ്ലാദേശിലാണ്. ഇതുവരെ പഠിച്ചത് നമുക്കൊന്ന് നോക്കാം. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? വൈശാലി രമേശ് ബാബു. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം ഏതാണ്? കൊച്ചി. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം നേപ്പാൾ. 2024 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? റഫീഖ് അഹമ്മദ്. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസം മെയ് 25. AS റഷ്യയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി ബ്ലെച്ചലി ഉടമ്പടി. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേളവിദ്വാൻ കേളത്ത് അരവിന്ദാക്ഷമാരാർ. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം ഏതാണ്? പലമത സാരവുമേകം. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനത്തിൻ്റെ പേരെന്താണ്? മാരീജ്. 2024 മെയ്യിൽ പ്രകാശനം ചെയ്ത മലയാള സാഹിത്യ സമിതിയുടെ 2ാമത്തെ കവിതാ സമാഹാരം ഏതാണ്? ദലമർമരങ്ങൾ. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI അവതാരക ആരാണ്? സന. 2024 ICC വനിതാ 2020 ലോകകപ്പിൻ്റെ വേദി ബംഗ്ലാദേശ്. അടുത്ത ക്വസ്റ്റ്യൻ.
ഇന്ത്യയിലെ ആദ്യ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്രസഭ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിലെ ആദ്യ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്രസഭ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. കഞ്ചാവ് കൃഷി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കുകയും അതിനുശേഷം നിരോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത രാജ്യം ഏതാണ്? തായ്ലൻഡാണ്. അപ്പോൾ കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയ ശേഷം വീണ്ടും നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? തായ്ലൻഡ്. 2024 2020 ലോകകപ്പിനുള്ള അമേരിക്കൻ ടീമിന്റെ ക്യാപ്റ്റനായ ഇന്ത്യക്കാരൻ ആരാണ്? മോനങ്ക പട്ടേൽ. അപ്പോൾ 2024 2020 ലോകകപ്പിനുള്ള അമേരിക്കൻ ടീമിന്റെ ക്യാപ്റ്റനായ ഇന്ത്യക്കാരൻ ആരാണ്? മോനങ്ക പട്ടേൽ. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരം ആണ് ഹർമൻപ്രീത് കൗർ. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് ഹർമൻപ്രീത് കൗർ. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമാണ് ജർമ്മനി. അപ്പോൾ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരമാരാണ്? ഹർമൻപ്രീത് കൗർ. 2024 അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമമാണ് ന്യൂയോർക്ക് ടൈംസ്. അപ്പോൾ 2024 അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ന്യൂയോർക്ക് ടൈംസ് ആണ്. WFI അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി സ്മിത AS. WFI അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി സ്മിത AS. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരമാണ് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം. ലോക പുസ്തക ദിനം, ലോക പുസ്തക പകർപ്പവകാശ ദിനം ഏപ്രിൽ 23. അപ്പോൾ ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ 23. 2024 ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണ്? നിങ്ങളുടെ വഴി വായിക്കുക, റീഡ് യുവർ വേ. അപ്പോൾ 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം എന്താണ്? നിങ്ങളുടെ വഴി വായിക്കുക. ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ 23. 2024 കാൻഡിഡേറ്റസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരനാണ് ഡി ഗുകേഷ്. അപ്പോൾ 2024 കാൻഡിഡേറ്റസ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഡി ഗുകേഷ്. കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമാണ് ആര്? ഡി ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഡി ഗുകേഷ്. അപ്പോൾ കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനുമാണ് ഡി ഗുകേഷ്. 2024 കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വേദി എവിടെയായിരുന്നു? കാനഡയിലെ ടൊറന്റോയിലാണ്. 2024 കാൻഡിഡേറ്റസ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു? കാനഡയിലെ ടൊറന്റോ. ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ 22-നാണ്. ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ 22-നാണ്. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതായിരുന്നു. അപ്പോൾ 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്ത്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ 22. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രത്തിന്റെ പേരെന്താണ്? ഡെവിൾ ധൂമകേതു. അപ്പോൾ 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രത്തിന്റെ പേരെന്താണ്? ഡെവിൾ ധൂമകേതു. അലിഗഡ് സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് ആരാണ്? നൈമ ഖാത്തൂൻ. നൈമ ഖാത്തൂൻ. അലിഗഡ് സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് ആരാണ്? നൈമ ഖാത്തൂൻ. അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരെന്താണ്? പൂർവി ലഹർ. അപ്പോൾ അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസത്തിന്റെ പേരെന്താണ്? പൂർവി ലഹർ.
2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേത്? ബ്രസീൽ. അപ്പോൾ അലിഗഡ് സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ നിയമിതയായത് ആരാണ്? നൈമ ഖാത്തൂൻ. അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവികാഭ്യാസത്തിന്റെ പേരെന്താണ്? പൂർവി ലഹർ. 2025 UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമേതാണ്? ബ്രസീൽ. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അതെ നമുക്ക് TB അവസാനിപ്പിക്കാം. അതെ നമുക്ക് TB അവസാനിപ്പിക്കാം. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയമാണ് അതെ നമുക്ക് TB അവസാനിപ്പിക്കാം. യെസ് വി ക്യാൻ എൻഡ് TB. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയമാണ്. അപ്പോൾ ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ KS അനിൽ. അപ്പോൾ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ KS അനിൽ. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? മലയാള മധുരം. അപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായിട്ട് സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? മലയാള മധുരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? VP ജഗതി രാജ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ആരാണ്? VP ജഗതി രാജ്. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ഡ്രൂ ക്യാൽപോയ്ക്ക് അർഹനായതാരാണ്? നരേന്ദ്രമോദി. അപ്പോൾ ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി ഏതാണ്? ദി ഓർഡർ ഓഫ് ഡ്രൂ ക്യാൽപോ. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ഡ്രൂ ക്യാൽപോ. ഇതിന് അർഹനായതാരാണ്? 2024 നരേന്ദ്രമോദി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തിയ ആദ്യത്തെ വ്യക്തി ക്രിസ് ബ്രൗൺ. ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ ആണ്. അപ്പോൾ ഭൂമിയിലെ ഏറ്റവും വിദൂരമായ സ്ഥലം ഏതാണ്? പോയിന്റ് നീമോ. ഇവിടെ എത്തിയ ആദ്യത്തെ വ്യക്തിയാരാണ്? ക്രിസ് ബ്രൗൺ. ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ. 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് മേഘനാണ്. 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? മേഘൻ. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് വസന്ത് ദാതെ. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായതാരാണ്? സദാനന്ദ് വസന്ത് ദാതെ. റെയിൽവേ സ്റ്റേഷനുകൾ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പ് ഏത്? റെയിൽ മൈത്രി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുവാനായിട്ട് റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? റെയിൽ മൈത്രി. 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഏതാണ്? മേഘൻ. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായതാരാണ്? സദാനന്ദ് വസന്ത് ദാതെ. റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? റെയിൽ മൈത്രി. കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി വനിതയെന്ന ബഹുമതിക്ക് അർഹയായ ലക്ഷ്മി N മേനോന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? 125. അപ്പോൾ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയെന്ന ബഹുമതിക്ക് അർഹ ആരാണ്? ലക്ഷ്മി N മേനോൻ. ലക്ഷ്മി N മേനോന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? 125. 2024 ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ ഏതാണ്? MD ബിവാക്. അപ്പോൾ 2024 ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിനാണ് MD ബിവാക്. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? MS സ്വാമിനാഥൻ. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? MS സ്വാമിനാഥൻ.
കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് മാനാഞ്ചിറ, കോഴിക്കോട് മാനാഞ്ചിറ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കാണ് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ. കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കളമശ്ശേരിയിലാണ്. അപ്പോൾ കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കളമശ്ശേരി. മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിനാണ്. അപ്പോൾ മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജോൺ ബ്രിട്ടാസിനാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഒലെഗ് കൊനോനെൻകോ. അപ്പോൾ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഒലെഗ് കൊനോനെൻകോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 5 യാത്രകളിൽ നിന്ന് ആകെ 878 ദിവസവും 12 മണിക്കൂറിലേറെയും ഒലെഗ് കൊനോനൻ ചെലവഴിച്ചു. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 5 യാത്രകളിൽ നിന്ന് ആകെ എത്ര ദിവസമാണ്? 878 ദിവസവും 12 മണിക്കൂറിലേറെയും ഒലെഗ് കൊനോനെൻകോ ചെലവഴിച്ചു. റഷ്യയുടെ ഗെന്നഡി പഡാൽക്കയുടെ പേരിലുള്ള റെക്കോർഡാണ് ഒലെഗ് കൊനോനെൻകോ മറികടന്നത്. അപ്പോൾ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഒലെഗ് കൊനോനെൻകോ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ. അപ്പോൾ അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? കെയർ. വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ ഏതാണ്? അതിജീവനം. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ ഏതാണ്? അതിജീവനം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരമാണേത്? കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ ബീച്ചാണ് കാപ്പാട്. UN എന്ത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. അപ്പോൾ 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. അപ്പോൾ UN എന്ത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. ഇത് നമുക്ക് ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? കാപ്പാടാണ്. UN എന്ത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? കെയർ. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ ഏത്? അതിജീവനം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആര്? ഒലെഗ് കൊനോനെൻകോ. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏത്? കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ. കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കളമശ്ശേരി. മികച്ച നവാഗത പാർലമെന്റേറിയൻ നൽകുന്ന 2023 ലോകമത് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ജോൺ ബ്രിട്ടാസ്. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിതയെന്ന ബഹുമതിക്ക് അർഹയായ ലക്ഷ്മി എൻ മേനോന്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? 125. 2024 ഭാരത് ബയോടെക് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ച ക്ഷയരോഗത്തിനുള്ള വാക്സിൻ ഏത്? MD-BVAC. 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആര്? MS സ്വാമിനാഥൻ. 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഏത്? മേഘൻ. ദേശീയ അന്വേഷണ ഏജൻസിയായ NIA പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്? സദാനന്ദ് വസന്ത് ദാദെ. റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുവാൻ റെയിൽവേ പോലീസിന് വേണ്ടി പുറത്തിറക്കിയ ആപ്പ് ഏത്? റെയിൽ മൈത്രി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ VP ജഗതി രാജ.
ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ഡ്രൂ ക്യാൽപോയ്ക്ക് അർഹനായത് ആര്? നരേന്ദ്രമോദി. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെയ്മോയിലെത്തിയ ആദ്യത്തെ വ്യക്തി ആരാണ്? ക്രിസ് ബ്രൗൺ, ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ. ലോക ക്ഷയരോഗ ദിനം എന്നാണ്? മാർച്ച് 24. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണ്? അതെ, നമുക്ക് TB അവസാനിപ്പിക്കാം. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ KS അനിൽ. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതി ഏത്? മലയാള മധുരം. അലിഗഡ് സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായതാര്? നൈമ ഖാത്തൂൻ. അടുത്തിടെ ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസം ഏതാണ്? പൂർവി ലഹർ. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം? ബ്രസീൽ. ലോക ഭൗമദിനം ഏപ്രിൽ 22. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന വാൽനക്ഷത്രം ഏതാണ്? ഡെവിൾ ധൂമകേതു. 2024 കാൻഡിഡേറ്റ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഡി ഗുഗേഷ്. WFI അത്ലറ്റ് കമ്മീഷൻ അംഗമായി നിയമിതയായ മലയാളി ആരാണ്? സ്മിത AS. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം ഏതാണ്? ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. ലോക പുസ്തക ദിന ലോക പുസ്തക പകർപ്പവകാശ ദിനം എന്നാണ്? ഏപ്രിൽ 23. 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം എന്താണ്? നിങ്ങളുടെ വഴി വായിക്കുക. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 300 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ ഇന്ത്യൻ താരമാരാണ്? ഹർമൻപ്രീത് കൗർ. മെഡിക്കൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യമേത്? ജർമ്മനി. 2024 അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിസ്റ്റർ പുരസ്കാരം നേടിയ സാമൂഹ്യ മാധ്യമം ഏതാണ്? ന്യൂയോർക്ക് ടൈംസ്. ഇന്ത്യയിലെ ആദ്യ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നക്ഷത്രസഭ നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയ ശേഷം വീണ്ടും നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യമാണ്? തായ്ലൻഡ്. 2024 2020 ലോകകപ്പിനുള്ള അമേരിക്കൻ ടീമിന്റെ ക്യാപ്റ്റനായ ഇന്ത്യക്കാരൻ ആരാണ്? മോനങ്ക പട്ടേൽ. 2024 മെയ്യിൽ പ്രകാശനം ചെയ്ത മലയാള സാഹിത്യ സമിതിയുടെ രണ്ടാമത്തെ കവിതാ സമാഹാരം ഏത്? ദലമർമരങ്ങൾ. ഇന്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷന്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI അവതാരക ആരാണ്? സന. 2024 ICC വനിതാ 2020 ലോകകപ്പിന്റെ വേദി ഏത്? എവിടെയാണ്? ബംഗ്ലാദേശ്. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മേളവിദ്വാൻ ആരാണ്? കേലത്ത് അരവിന്ദാക്ഷമാരാർ. ആലുവ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം ഏത്? പലമത സാരവുമേകം. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനത്തിന്റെ പേര് എന്താണ്? മാരീച്ച്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായതാര്? റഫീഖ് അഹമ്മദ്. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസം എന്നാണ്? മെയ് 25. AI സുരക്ഷയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ ഉടമ്പടി ഏത്? ബ്ലച്ചലി ഉടമ്പടി. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷന്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച 3ാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? വൈശാലി രമേശ് ബാബു. എയർ ഇന്ത്യയുടെ ആഗോള സോഫ്റ്റ്വെയർ വികസന കേന്ദ്രം നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം ഏതാണ്? കൊച്ചി. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? നേപ്പാൾ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.